വേടൻ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനെ അമ്പലങ്ങൾക്ക് ഉള്ളിൽ പ്രവേശിപ്പിക്കരുത്, അമ്പലപ്പറമ്പിൽ പ്രവേശിപ്പിക്കരുത്, അയാൾ രാജ്യദ്രോഹിയാണെന്ന് പറയാൻ കേസരിയുടെ പത്രാധിപർക്ക് എന്ത് അവകാശമാണ് ഉള്ളത്? ഇത് ചോദിക്കുന്നത് മലയാളികളാണ്, ഇത് ചോദിക്കുന്നത് ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ടാണ് NR മധു കേസരിയുടെ പത്രാധിപർക്കെതിരെ കിഴക്കേക്കല്ലട പോലീസ് കേസെടുത്തത്. വെറുതെയല്ല, അയാൾക്കെതിരെ ഉള്ള കുറ്റങ്ങളും BNS 192 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് NR മധുവിനെതിരെ കേസെടുത്തിട്ടുള്ളത്. കേസെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷവർമ്മയിൽ പോലും വർഗീയ വിഷം കുത്തി നിറച്ചുകൊണ്ടാണ് ഇയാൾ അന്ന് പ്രസംഗിച്ചത്. ആ പ്രസംഗം മലയാളികളുടെ മനസ്സിൽ വംശീയതയുടെയും വർഗീയതയുടെയും വിഷം തുപ്പുന്നതായിരുന്നു. ഒരുപക്ഷെ വർഗീയതയുടെയും വംശീയതയുടെയും വിഷം ചീറ്റി നടക്കുന്ന ശശികല എന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഹിന്ദു ഐക്യവേദിയുടെ നേതാവ്, അവരെ അതിശയിപ്പിക്കുന്ന, അവരെ നാണിപ്പിക്കുന്ന തരത്തിലായിരുന്നു വേടനെതിരെയുള്ള ഇയാളുടെ പരാമർശങ്ങൾ. ഹിരൺദാസ് മുരളി എന്ത് തെറ്റാണ് ചെയ്തത്? ലക്ഷക്കണക്കിന് ആരാധകരെ വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് കൈക്കുമ്പിളിലാക്കിയതാണോ? അയാളുടെ പാട്ടുകളിൽ അയാൾ അധികാരവർഗത്തെ വെല്ലുവിളിക്കുന്നത് കൊണ്ടാണോ? അയാളുടെ പാട്ടുകളിൽ അയാൾ തീയൂറുന്ന തീപാറുന്ന വാക്കുകൾ കൊണ്ട് അധികാര കേന്ദ്രങ്ങളെ കുത്തി മുറിവേൽപ്പിക്കുന്നത് കൊണ്ടാണോ NR മധുവിന് പൊള്ളുന്നത്? നാലമ്പലങ്ങളിലും നാലുകെട്ടുകൾക്കുള്ളിലും അടയിരിക്കുന്ന അധികാരവർഗങ്ങളെ കുത്തിനോവിക്കുന്ന വാക്കുകൾ കൊണ്ട് അയാൾ കറുത്തവന്റെ ശബ്ദം ഉയർത്തിപ്പാടുന്നു. ആ പാട്ടുകൾ കേൾക്കുമ്പോൾ പലർക്കും വിറയ്ക്കും, വിറയല് ഉണ്ടാകും, സ്വാഭാവികം. അതുകൊണ്ട് വേടൻ രാജ്യദ്രോഹിയാകുമോ? ഹിരൺദാസ് മുരളി എന്ന ആ ചെറുപ്പക്കാരൻ രാജ്യദ്രോഹിയാകുമോ? അയാളുടെ പാട്ടുകൾ ജനങ്ങൾ ഏറ്റുപാടുന്നു, കൊച്ചുകുട്ടികൾ വരെ ഏറ്റുപാടുന്നു, എൻ്റെ മകൻ വരെ പാടുന്നു. എൻ്റെ മകന് 4 വയസ്സേ ഉള്ളൂ, അയാൾ വരെ പാടുകയാണ് വേടന്റെ പാട്ടുകൾ. അപ്പോ അത്രമാത്രം ഇഫക്റ്റീവാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി എന്ന ആ ചെറുപ്പക്കാരന്റെ പാട്ടുകൾ. ആ പാട്ടുകൾക്ക് എന്താണ് കുഴപ്പം? ആ പാട്ടുകൾ ജനങ്ങളെ അത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അയാളെ രാജ്യദ്രോഹിയായി മുദ്രകുത്തേണ്ട ആവശ്യം എന്താണ്? അതുകൊണ്ടാണ് സംസ്ഥാന CPM കമ്മിറ്റിയുടെ സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കളും അണികളും വേടന് പിന്നിൽ അണിനിരക്കുന്നത്. വേടനെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല. വേടൻ ഏതെങ്കിലും ഒരു ലഹരി കേസിൽ അകത്തായിട്ടുണ്ടെങ്കിൽ, വേടനെതിരെ ഏതെങ്കിലും കള്ളക്കേസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആ വഴി നീങ്ങിക്കോളും. പക്ഷെ വേടൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയമാണ്, ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയമാണ്, ഭരണഘടന വിഭാവന ചെയ്യുന്ന രാഷ്ട്രീയമാണ്. അതിന്റെ പിന്നിൽ ഞങ്ങളെ കൊണ്ട് അയാൾക്കൊപ്പം എന്ന് ഉയർത്തി കാണിക്കുന്നത്. കേസരിയുടെ പത്രാധിപരായ NR മധുവിന് ഒരു രാഷ്ട്രീയമുണ്ട്, അത് സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ്. ആ സംഘപരിവാറിന്റെ രാഷ്ട്രീയം എന്താണ്? ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ്. ചാതുർവർണ്ണ്യത്തിന്റെ രാഷ്ട്രീയം എന്താണ്? എന്നെയും നിങ്ങളെയും ഒക്കെ അടിച്ചു പുറത്താക്കുന്ന രാഷ്ട്രീയമാണ്. ഇവിടെ സർവ്വസാഹോദര്യം വാഴരുത് എന്ന് പറയുന്ന രാഷ്ട്രീയമാണ്, വർഗീയതയുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനെതിരാണ് വേടന്റെ ശബ്ദം. ഷവർമ എന്ന ഭക്ഷണ പദാർത്ഥത്തെ കുറിച്ച് പോലും ഇവിടെ വർഗീയത പരത്തുന്ന ഒരു നാണം കെട്ട സംസ്കാരം കൊണ്ടുവരാൻ, അത് ഷവർമ എന്ന് പറയുന്നത് ഷവർമയാണ് എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക. ചെന്ന് മരിച്ചു വീഴുന്നതൊക്കെ വർമ്മമാരാണ്. അവിടെ മരിക്കുന്നത് എന്താണ്? അവിടെ മുഹമ്മദിയില്ല, ഐഷയില്ല, തോമസ് ഇല്ല, അവിടെ മരിക്കുന്നത് മുഴുവൻ വർമ്മമാരാണ്. അതുകൊണ്ടാണ് അതിന് ഷവർമ എന്ന് പേരിട്ടിരിക്കുന്നത്. ഷവർമയല്ല, ഷവർമയാണ്. ശവമാകുന്നത് വർമ്മയായതുകൊണ്ടാണ് അതിനെ അങ്ങനെ പേരിട്ട് വിളിക്കുന്നത് എന്ന് വരെ NR മധു വിളിച്ചു കൂവുന്നു. ഇത് മറ്റേ വിഷം തുപ്പുന്ന ചേച്ചിയുണ്ടല്ലോ ശശികല, അവരെക്കാൾ മൂത്ത വിഷം തുപ്പുന്ന സർപ്പമാണ് NR മധു. അതുകൊണ്ടാണ് NR മധുവിനെതിരെ CPM പരാതി കൊടുത്തതും പോലീസ് കേസെടുത്തതും. തീർച്ചയായും ഇത്തരം ഈ വിഷം തുപ്പുന്ന ജന്തുക്കളെ ജയിലിൽ അടയ്ക്കണം. വർഗീയ വിദ്വേഷം പരത്തുന്ന ജന്തുക്കളെയൊക്കെ ജയിലിൽ അടയ്ക്കുക തന്നെ വേണം. ഇങ്ങനെയൊന്നുമല്ല സമൂഹത്തിൽ, പ്രത്യേകിച്ച് പത്രാധിപരായ ഒരു മനുഷ്യൻ പോയി പ്രസംഗിക്കേണ്ടത്. വളർന്നു വരുന്ന ഒരു കലാകാരനെ പ്രോത്സാഹിപ്പിക്കുക, അയാൾ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുക, അയാൾ പറയുന്ന നന്മയെ, ജനാധിപത്യ ബോധത്തെ, ആ രാഷ്ട്രീയ ബോധത്തെ, ആ സ്വാതന്ത്ര്യ ബോധത്തെ അംഗീകരിക്കുക. ഇങ്ങനെയൊക്കെ തന്നെയാണ് പല ഇടങ്ങളിലും രാഷ്ട്രീയ സ്വാതന്ത്ര്യ ഗാനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് എന്ന ചരിത്ര സത്യം മനസ്സിലാക്കുക എന്ന് NR മധുവിന് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം CPM-ന് വന്നു ഭവിച്ചിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും സംഘപരിവാർ അജണ്ട വച്ച് വേടനെ രാജ്യദ്രോഹിയായി മുദ്രകുത്തുവാനുള്ള
അജണ്ട ഒരിക്കലും നടപ്പിലാകാൻ പോകില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് CPM.